സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധഃ അഥ സപ്തതിതമോധ്യായഃ. 70-ാമത്തെ അധ്യായത്തിൽ 24 ശ്ലോകങ്ങൾ നാം പഠിച്ചു. അപ്പോൾ കൃഷ്ണൻ ഒരു ദിവസം രാജസദസ്സിലിരിക്കുമ്പോൾ ജരാസന്ധൻ ബന്ധിക്കപ്പെട്ടിരുന്ന 20,000 രാജാക്കന്മാർ ഒരു ദൂതനെ ഭഗവാന്റെ അടുത്തേക്ക് അയക്കുന്നു. അപ്പൊ ആ ദൂതൻ പറയുകയാണ്, ജരാസന്ധനാൽ ബന്ധിക്കപ്പെട്ട ഞങ്ങൾ അങ്ങയെ കാണാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ അങ്ങയുടെ പാദമൂലത്തെ ശരണം പ്രാപിച്ചിരിക്കുന്നു. ദുഃഖിതരായ ഞങ്ങൾക്ക് അങ്ങ് സൗഖ്യം ഉണ്ടാക്കി തരണമേ എന്ന് പറഞ്ഞു. അപ്പൊ ഇതേ സമയം നാരദ മഹർഷി അവിടെ എത്തി. നാരദ മഹർഷി പറഞ്ഞു, യുധിഷ്ഠിരന്റെ രാജസൂയ യാഗത്തിൽ അങ്ങ് പങ്കെടുക്കണം എന്ന് യുധിഷ്ഠിരൻ അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. അപ്പൊ ഇത് കേട്ട് സദസ്സിലുണ്ടായ ചിലർ പറഞ്ഞു, ആദ്യം പോകേണ്ടത് ജരാസന്ധനാൽ ബന്ധിപ്പിക്കപ്പെട്ട രാജാക്കന്മാരെ ജയിക്കാനാണ്, അല്ലാതെ യുധിഷ്ഠിര യാഗത്തിനല്ല. ഇപ്പോൾ കൃഷ്ണൻ തന്റെ മന്ത്രി സത്തമനായ ഉദ്ധവരോട് ഇതിന് ഒരു അഭിപ്രായം പറയാൻ പറയുകയാണ്. ഏതിനാണ് ആദ്യം പോകേണ്ടത്? അപ്പോൾ ഉദ്ധവന്റെ അഭിപ്രായം എന്താണ് എന്ന് ഭഗവാൻ ചോദിക്കുന്നു. ഇത്രയും ഭാഗമാണ് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യേണ്ടത്. ശ്ലോകം 25. കൃഷ്ണ കൃഷ്ണ പ്രമേയാത്മൻ പ്രപന്ന ഭയഭഞ്ജന വയം ത്വാം ശരണം യാമോ ഭവഭീത പൃഥക്തിയ. 25 മുതൽ 30 വരെയുള്ള ശ്ലോകങ്ങളിൽ ആ ജരാസന്ധനാൽ ബന്ധിപ്പിക്കപ്പെട്ട രാജാക്കന്മാരുടെ സന്ദേശമാണ് ദൂതൻ പറയുന്നതാണ്. കൃഷ്ണ കൃഷ്ണ അപ്രമേയാത്മൻ, അല്ലയോ കൃഷ്ണ, അങ്ങയുടെ വൈഭവത്തെ ആർക്കും അറിയാൻ സാധിക്കുകയില്ല. അങ്ങ് പ്രപന്ന ഭയഭഞ്ജന, ആശ്രയിക്കുന്നവരുടെ ഭയമൊക്കെ ഇല്ലാതാക്കി തീർക്കുന്നവനാണ്. വയം ത്വാം ശരണം, ഞങ്ങൾ അങ്ങയെ ശരണം പ്രാപിക്കുന്നു. യാമോ ഭവഭീത പൃഥക്തിയ, ഞങ്ങളുടെ ഈ സംസാര ദുഃഖത്തെ അങ്ങ് ഇല്ലാതാക്കിയാലും. കൃഷ്ണ കൃഷ്ണ അപ്രമേയാത്മൻ പ്രപന്ന ഭയഭഞ്ജന വയം ത്വാം ശരണം യാമോ ഭവഭീത പൃഥക്തിയ. ശ്ലോകം 26. ലോകോ വികർമ്മ നിരത കുശലേ പ്രമത്ത കർമ്മണ്യേയം ത്വദുദിതേ ഭവദർശനേ സ്വേ യസ്താവതസ്യ ബലവാനിഹ ജീവിതാശാം സദ്യച്ഛിനന്തി അനിമിഷായ നമോസ്തു തസ്മൈ. ലോകഃ വികർമ്മ നിരതഃ കുശലേ പ്രമത്തഃ കർമ്മണി അയം ത്വദു ഉദിതേ ഭവദർശനേ സ്വേ. വികർമ്മ നിരത, വികർമ്മത്തിൽ താൽപര്യത്തോടുകൂടിയ ലോകഃ, ലോകം, ത്വദു ഉദിതേ, അങ്ങയാൽ പറയപ്പെട്ട ഭവദർശനെ, അങ്ങയുടെ പൂജാരൂപമായ സ്വേ കുശലേ കർമ്മണി, സ്വകീയ കുശല കർമ്മത്തിൽ അപ്രമത്തഃ, അനവഹിതനായിട്ട് യാവത്ത് എത്ര കാലം ഇരിക്കുന്നുവോ, അതായത് അങ്ങ് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന സ്വധർമ്മത്തിൽ നിന്ന് ആര് വ്യതിചലിച്ചിരിക്കുന്നുവോ അത്രയും കാലം യഹ ബലവാൻ, യാതൊരു ബലവാൻ അസ്യ, ഇവന്റെ ജീവിതാശാം, ജീവിതാശയെ സദ്യ പെട്ടെന്ന് ചിനന്തി ഛേദിക്കുന്നുവോ, അനിമിഷായ, കണ്ണടയ്ക്കാതിരിക്കുന്ന തസ്മൈ, അവനായിക്കോട്ടെ നമസ്തേ, നമഃ, നമസ്കാരം എന്ന് പറയുകയാണ്. അപ്പൊ എല്ലാവരുടെയും പ്രവൃത്തി എപ്പോഴും കണ്ണുകൊണ്ട് കണ്ണടയ്ക്കാതെ ഇരിക്കുകയാണ് കാലസ്വരൂപനായ അങ്ങ്. അപ്പൊ അങ്ങ് എല്ലാം കാണുന്നുണ്ട്. ഫലാശയ കൂടാതെ സ്വധർമ്മം നടത്താതെ ഇരിക്കുന്നവരാണ് ഞങ്ങൾ. ഞങ്ങൾ വിഷയാസക്തരായി ഫലം ആഗ്രഹിച്ചുകൊണ്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്തത്. അപ്പൊ ഞങ്ങളുടെ തെറ്റങ്ങ് ക്ഷമിക്കണമേ. അത് ആലോചിച്ച് ഞങ്ങൾക്ക് വലിയ ഭയമാണ്. ലോകോ വികർമ്മ നിരത കുശലേ പ്രമത്ത കർമ്മണ്യേയം ത്വദുദിതേ ഭവദർശനേ സ്വേ
യസ്താവതസ്യ ബലവാനിക ജീവിതാശ സദ്യച്ചിനന്തി അനിമിഷായ നമോസ്തു തസ്മൈ. ശ്ലോകം 27. ലോകേ ഭവാൻ ജഗതിന കലയാവതീർണ സദ്രക്ഷണായ കലനിഗ്രഹായ ചാന്യ കശ്ചിത് ത്വദീയം അതിയാതി നിദേശമീശ കിം വാ ജന സുഹൃതമൃച്ഛതി തന്ന വിദ്മാ. ലോകേ ഭവാൻ ജഗതിനക, ലോകത്തിൽ ജഗതിനക, ജഗത്തിന്റെ ഈശ്വരനായ ഭവാൻ അങ്ങ് സദ്രക്ഷണായ സത്തുക്കളുടെ രക്ഷണത്തിനായിക്കൊണ്ടും കലനിഗ്രഹായ ദുഷ്ടന്മാരുടെ നിഗ്രഹത്തിനായിക്കൊണ്ടും കലയോടുകൂടി അവതരിച്ചവനാകുന്നു. അപ്പൊ അങ്ങ് എന്തിനാണ് അവതരിച്ചത്? പരിത്രാണായ സാധൂനാം, സാധുക്കളെ സംരക്ഷിക്കുന്നതിനും വിനാശായ ദുഷ്ടന്മാരെ നിഗ്രഹിക്കുന്നതിനുമാണ് അങ്ങ് അവതരിച്ചത്. ഈശ അന്യകശ്ചിത്, അന്യനായ ഒരുവൻ ത്വദീയം അങ്ങയെ സംബന്ധിച്ച നിർദ്ദേശം ആജ്ഞയെ അതിക്രമിക്കുമോ? അപ്പോൾ അങ്ങ് പറയുന്നത് അനുസരിക്കാതെ ആരിയ്ക്കുന്നുവോ? ജനക, ലോകം സുഹൃതം തന്നെത്താൽ ചെയ്യപ്പെട്ടതിന്റെ ഫലത്തെ ഇർച്ഛതിവ കിംവ പ്രാപിക്കുന്നുവോ? അതിനെ നവിദ്മേഹ, ഞങ്ങൾ അറിയുന്നില്ല. അങ്ങ് രക്ഷാധികാരി ആയിരിക്കുമ്പോഴും ജനം ജന്മാന്തരത്തിൽ അവരവർ ചെയ്ത കർമ്മം അനുസരിച്ചുണ്ടാകുന്ന സുഖദുഃഖങ്ങൾ അനുഭവിച്ചു കൊള്ളണമെന്നാണോ? എന്താണെന്ന് ഞങ്ങൾക്ക് നിശ്ചയമില്ല. ഞങ്ങൾ എന്തായാലും തെറ്റ് ചെയ്തു, അതിനതാ ഫലം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങ് രക്ഷാധികാരിയായിരിക്കുമ്പോഴും ഞങ്ങൾ ഇങ്ങനെ ദുഃഖിക്കണമെന്നാണോ അങ്ങയുടെ വിചാരം? ലോകേ ഭവാൻ ജഗതിന കലയാവതീർണ സദ്രക്ഷണായ കലനിഗ്രഹായ ചാന്യ കശ്ചിത്വതീയമതിയാതി നിശേഷമീശ കിംവാ ജനസുഹൃതമൃച്ഛതി തന്ന വിദ്മാ. ശ്ലോകം 28. സ്വപ്നായിതം നിർവസുഖം പരതന്ത്രമീശ ശശ്വദ്ഭയേന മൃതകേന ധുരം വകാമ ഹിത്വാ തഥാത്മനി സുഖം ത്വദനീകലഭ്യം ക്ലിശ്യാമഹേ അതികൃപണാസ്തവ മായയേഹാം. സ്വപ്ന ഐതം നൃപസുഖം പരതന്ത്രം ഈശ. നൃപസുഖം, ഈ രാജസുഖം എന്ന് പറയുന്നല്ലേ ഈശ്വര, രാജസുഖം എന്ന് പറഞ്ഞാൽ പരതന്ത്രം, സ്വാതന്ത്ര്യമില്ലാത്തതാണ്. സ്വപ്നായുധം സ്വപ്നതുല്യമാണ്. അപ്പൊ ഈ വിഷയങ്ങളിൽ ആസക്തി കൊണ്ട് രാജസുഖം അനുഭവിക്കുന്നത് സ്വപ്നതുല്യമാണ്. ശശ്വത്ഭയേന, എപ്പോഴും ഭയത്തോടുകൂടിയ മൃതകേന, മൃതതുല്യമായ ശരീരത്താൽ തുരം വകാമ, ഞങ്ങൾ വഹിക്കുന്നു. അപ്പൊ എപ്പോൾ വേണമെങ്കിലും നശിക്കാവുന്ന ഈ ശരീരത്തെ പോഷിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ വിഷയസുഖങ്ങളിൽ തൽപരരായിരിക്കുന്നു. ത്വത്, അങ്ങയിൽ നിന്ന് അനീകലഭ്യ, നിഷ്കാമകർമ്മങ്ങളാൽ ലഭിക്കപ്പെടാൻ യോഗ്യമായ ആത്മനി, ആത്മാവിലുള്ള തത്സുഖം, ആ ആത്മസുഖത്തെ ഹിത്വ ഉപേക്ഷിച്ചിട്ട് അതികൃപണ, ഏറ്റവും ലുപ്തന്മാരായ ഭയം ഞങ്ങൾ ഇഹ ഈ സംസാരത്തിൽ തവമായയാൽ അങ്ങയുടെ മായ കൊണ്ട് ക്ലിശ്യാമകെ ക്ലേശിക്കുന്നു. അപ്പൊ ഞങ്ങൾ ഈ വിഷയസുഖത്തിൽ ഭ്രമിച്ച് അങ്ങയുടെ മായയിൽ മോഹിച്ച് ഞങ്ങളിതാ ഇവിടെ ദുഃഖിക്കുകയാണ്. അപ്പൊ ഞങ്ങളെ ഈ സംസാര സുഖത്തിൽ നിന്ന്, സ്വപ്നതുല്യമായ ജീവിതത്തിൽ നിന്ന് രക്ഷിക്കണമേ. സ്വപ്നായുധം നൃപസുഖം പരതന്ത്രമീശ ശശ്വദ്ഭയേന മൃതകേന തുരം വഹാമ ഹിത്വാ തദാത്മനി സുഖം ത്വദനീകലഭ്യം ക്ലിശ്യാമഹേ അതികൃപണാസ്തവമായ ഏകാം. ശ്ലോകം 29. തന്നോ ഭവാൻ വ്രണതശോക ഹരാംഗ്രിയുഗ്മോ ബദ്ധാൻവിയുംഷ മഗതാഹ്വയ കർമ്മപാശാത് ഭൂയോ ഭൂഭുജോ ഐദം മതംഗജ വീര്യമേകോ വിഭ്രദ്രുരോധ ഭവനെ മൃഗരാടിവാവി. തത് നഖ ഭവാൻ പ്രണതശോകഹരാംഗ്രിയുഗ്മഃ ബദ്ധാൻ വിയുങ്ഷ്വ മഗധ ആഹ്വയ കർമ്മപാശാത് യഹ പൂഹുജോ ആയുധ മതംഗജ വീര്യം. ആയുധ മതംഗജ വീര്യ ഏകോ ബിഭ്രരുദോദ ഭവനെ മൃഗരാടിഭാവി. ആയുധ മതംഗജ വീര്യം, 10,000 ആനകളുടെ വീര്യത്തെ ധരിക്കുന്ന ഏകഹ യഹ, യാതൊരുത്തൻ, ഏകനായ യാതൊരുത്തൻ
മൃഗരാട് ആവീവ. സിംഹം, ആവി എന്ന് വെച്ചാൽ ആട്, ആടുകളെ എന്ന പോലെ ഭവനെ, ഭവനത്തിൽ ബഹുജ, രാജാക്കന്മാരെ അടച്ചു. അത് ഹേതുവായിട്ട് പ്രണത ശോകഹരാംഗ്രിയുഗ്മ, നമസ്കരിക്കുന്നവരുടെ ദുഃഖത്തെ നശിപ്പിക്കുന്ന പദങ്ങളോടുകൂടിയ ഭവാൻ അങ്ങ് ബദ്ധാൻ, ബന്ധിക്കപ്പെട്ടിരിക്കുന്ന നഹ ഞങ്ങളെ മഗധാഹ്വയ കർമ്മഭാഷ, മഗധൻ എന്നു പേരായ ജരാസന്ധന്റെ കർമ്മമാകുന്ന ബന്ധത്തിൽ നിന്ന് വിയുംഷ മോചിപ്പിച്ചാലും. അങ്ങ് ഞങ്ങളെ ജരാസന്ധന്റെ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിച്ചാലും. 10,000 ആനയുടെ ശക്തിയുള്ളവനാണ് ജരാസന്ധൻ. സിംഹം പെണ്ണാടുകളെ എന്ന പോലെ അനേക രാജാക്കന്മാരെ അവന്റെ ഭവനത്തിൽ കെട്ടിയിരിക്കുകയാണ്. നമസ്കരിക്കുന്നവരുടെ സർവ്വ ദുഃഖങ്ങളെയും തീർത്ത് രക്ഷിക്കുന്ന അങ്ങ് ജരാസന്ധൻ ചെയ്തിരിക്കുന്ന ബന്ധനരൂപമായ പാപത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ശ്ലോകം 30. യോ വൈ ത്വയാ ദിനവകൃത്വ ഉദാത്ത ചക്രാ ഭഗ്നോ മൃദേ ഖലു ഭവന്തമനന്തവീര്യം ജിത്വാ നൃലോകനിരതം സുഹൃദൂഢഭാദർപ്പോ സഹൃത് ഊഢദർപ്പോ യുഷ്മത് പ്രജാ രുചതി നോ അജിതദ്വിധേഹി. യഹ വൈ ത്വയാ ദി നവ കൃത്വ ഉദാത്ത ചക്ര ഭഗ്നഃ മൃധേ ഖലു ഭവന്തം അനന്ത വീര്യം ജിത്വാ നൃലോകനിരതം സഹൃത് ഊഢദർപ്പഃ യുഷ്മത് പ്രജാ രുചതി നഹ അജിതദ്വിധേഹി. ഉദാത്ത ചക്ര, ഉയർത്തിപ്പിടിച്ച ചക്രത്തോടു കൂടിയവനെ, യഹ യാതൊരുത്തൻ, ത്വയാ അങ്ങയാൽ, ദി നവ കൃത്വ, ദി നവ, ദി 2 നവ 9, 2 × 9 18 പ്രാവശ്യം മൃധേ യുദ്ധത്തിൽ ഭഗ്നഃ തോൽക്കപ്പെട്ടു, അനന്തവീര്യം അളവറ്റ പരാക്രമത്തോട് കൂടിയവനാണെങ്കിലും നൃലോകനിരതം മനുഷ്യനാട്യത്തിൽ തൽപരത്തോടു കൂടിയ ഭവന്തം അങ്ങയെ സഹൃദ്ജിത്വ ഒരു പ്രാവശ്യം ജയിച്ചിട്ട് ഊഢദർപ്പഃ അധികരിച്ച അഹങ്കാരത്തോടു കൂടിയവനായി യുഷ്മത് പ്രജാഹ അങ്ങയുടെ പ്രജകളായിരിക്കുന്ന നഹ ഞങ്ങളെ രുചതി പീഡിപ്പിക്കുന്നു. അപ്പൊ അവർ പറയാണ്, രാജാക്കന്മാർ പറയുന്നത്, ദൂതൻ പറയുകയാണ്, അവൻ 18 പ്രാവശ്യം അങ്ങയോട് യുദ്ധം ചെയ്യാൻ വന്നു, 17 പ്രാവശ്യവും തോറ്റു, ഒരു പ്രാവശ്യം അങ്ങ് അവനെ ജയിക്കാൻ അനുവദിച്ചു. അപ്പൊ അവൻ അധികരിച്ച ദർപ്പത്തോടുകൂടി അവൻ അങ്ങയുടെ പ്രജകളായിരിക്കുന്ന ഞങ്ങളെ പീഡിപ്പിക്കുകയാണ്. അജിത ആരാലും ജയിക്കപ്പെടാതിരിക്കുന്നവനെ തത് യുക്തമായിരിക്കുന്ന എന്താണോ അതിനെ വിധേഹി ചെയ്താലും. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ അവന്റെ പീഡനം സഹിച്ച് കിടക്കുകയാണ്, അങ്ങ് യുക്തമായത് ഞങ്ങൾക്ക് ചെയ്തു തന്നാലും ഞങ്ങൾ അങ്ങയെ ശരണം പ്രാപിച്ചിരിക്കുകയാണ് എന്ന് രാജാക്കന്മാർ പറയുകയാണ്. യോ വൈത്വയാതി നവകൃത്വ ഉദാത്ത ചക്ര ഭഗ്നോ മൃദേ ഖലു ഭവന്തമനന്തവീര്യം ജിത്വാ നൃലോകനിരതം സഹൃദൂഢദർപ്പോ യുഷ്മത് പ്രജാരുചതിനോജിത തദ്വിദേഹി. ദൂതൗവാചാം. ശ്ലോകം 31. ഇതി മാഗത സംയുക്ത ഭവദ്ദർശനകാംക്ഷിണഃ പ്രപന്നാപാദമൂലം തേ ദീനാനാം സംവിധീയതാം. ഇതി മാഗത സംയുക്ത മഗധ രാജാവിനാൽ ബന്ധിക്കപ്പെട്ടവരും ഭവദ്ദർശനകാംക്ഷിണഃ അങ്ങയുടെ ദർശനത്തെ കാക്ഷിക്കുന്നവരുമായ തേ അവർ ഇത് ഇപ്രകാരം തേ പാദമൂലം അങ്ങയുടെ പാദമൂലത്തെ പ്രപന്നാഹ ശരണം പ്രാപിച്ചവരാകുന്നു. അപ്പോൾ രാജാക്കന്മാർ, ആ ജരാസന്ധന്റെ ബന്ധനത്തിലിരിക്കുന്ന രാജാക്കന്മാർ അങ്ങയുടെ പാദമൂലത്തെ ശരണം പ്രാപിച്ചിരിക്കുകയാണ്.
ദീനാനാം ദുഃഖിതരന്മാർക്ക് സുഖം വിധീയതാം ചെയ്യപ്പെടണമേ. ആ ദുഃഖിതരായ അവർക്ക് അങ്ങ് സുഖമുണ്ടാക്കി തീർക്കണമേ, അവരെ രക്ഷിക്കണമേ എന്ന് പറയുകയാണ്. ദൂതൻ പറഞ്ഞു, ഇതിമാഗത സംയുക്ത ഭഗവത് ദർശന കാംക്ഷിണഃ പ്രപന്നാപാദമൂലം തേ ദീനാനാം സംവിധീയതാം. ശ്ലോകം 32. ശ്രീശുകവാച രാജദൂതേ ബ്രുവത്യേവം ദേവർഷി പരമദ്യുതിഃ ബിഭ്രത്പിംഗജടാഭാരം പ്രാദുരാസീദതാരവിഃ. രാജദൂതേ ബ്രുവതി ഏവം ദേവർഷിഃ പരമദ്യുതിഃ ബിഭ്രത്പിംഗജടാഭാരം പ്രാദുർ ആസീത് യഥാരവിഃ. രാജദൂതൻ ഏവം ഇപ്രകാരം ബ്രുവതി പറയും വിഷയത്തിൽ, പിംഗജടാഭാരം ചെമ്പിച്ച ജടാഭാരത്തെ ബിഭ്രത് ധരിച്ചിരിക്കുന്നവനും പരമദ്യുതി പരമമായ കാന്തിയോടുകൂടിയവനുമായ ദേവർഷി നാരദൻ രവിയഥ സൂര്യൻ എന്ന പോലെ പ്രാദുർഭവിച്ചു. അപ്പൊ ഇത്രയും അവിടെ വന്ന ആ ദൂതൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ സമയം അവിടെ ജടാഭാരം ധരിച്ച ചെമ്പിച്ച ജടാഭാരം ധരിച്ച നാരദ ഋഷി ആ സമയത്ത് അവിടെ വന്നു ചേർന്നു. ശ്രീശുകവാച രാജദൂതേ ബ്രുവത്യേവം ദേവർഷി പരമദ്യുതിഃ ബിഭ്രത്പിംഗജടാഭാരം പ്രാദുരാസീദതാരവിഃ. ശ്ലോകം 33. തം ദൃഷ്ട്വാ ഭഗവൻ കൃഷ്ണ സർവലോകേശ്വരേശ്വരഃ ഭവന്ത ഉത്ഥിത ശീർഷ്ണ സസഭ്യസാനുഗോ മുദാ. തം ദൃഷ്ട്വാ ഭഗവാൻ കൃഷ്ണഃ സർവലോകേശ്വരേശ്വരഃ സർവലോകങ്ങളുടെ ഈശ്വരന്മാർക്കും ഈശ്വരനായ ഭഗവാൻ കൃഷ്ണഃ ഐശ്വര്യപൂർണനായ കൃഷ്ണൻ തം അവനെ ദൃഷ്ട്വാ കണ്ടിട്ട് ഉത്ഥിത എഴുന്നേറ്റ് സസഭ്യ സഭ്യന്മാരോട് കൂടിയവനായി സാനുക അനുചരന്മാരോട് കൂടിയവനായിട്ട് മുത സന്തോഷത്തോടുകൂടി ശീർഷ്ണ ശിരസ്സുകൊണ്ട് ഭവന്തേ വന്ദിച്ചു. അപ്പോൾ ശ്രീനാരദ മഹർഷിയെ കണ്ട ഉടനെ തന്നെ ഭഗവാൻ എന്ത് ചെയ്തു? വളരെ സന്തോഷത്തോടുകൂടി എണീറ്റ് ദണ്ഡ നമസ്കാരം ചെയ്തു. അപ്പം ബാക്കിയുള്ളവരും അതുപോലെ തന്നെ നാരദ മഹർഷിയെ നമസ്കരിച്ചു. തം ദൃഷ്ട്വാ ഭഗവാൻ കൃഷ്ണ സർവലോകേശ്വരേശ്വരഃ ഭവന്ത ഉത്ഥിത ശീർഷ്ണ സസഭ്യസാനുഗോ മുദ. ശ്ലോകം 34. സഭാജയിത്വാ വിധിവത് കൃതാസന പരിഗ്രഹം ബഭാഷേ സുനിർദർവാക്യേ ശ്രദ്ധയാ തർപ്പയൻ മുനി. സഭാ ജയിത്വാ വിധിവത് വിധിപ്രകാരം സഭാ ജയിത്വ നാരദ മഹർഷിയെ സത്കരിച്ചിട്ട് കൃതാസന പരിഗ്രഹം ആസനമൊക്കെ കൊടുത്തിരുത്തിയിട്ട് മുനിയെ ശ്രദ്ധയോടുകൂടി സുനുർദൈഹി മധുരങ്ങളായ വാക്യങ്ങളെ കൊണ്ട് തർപ്പയൻ സന്തോഷിപ്പിക്കുന്നവനായിട്ട് ബഭാഷയെ പറഞ്ഞു. നാരദ മഹർഷിയെ സത്കരിച്ചിട്ട് മധുരമായ വാക്യത്തോടുകൂടി ഭഗവാൻ പറഞ്ഞു. സഭാ ജയിത്വാ വിധിവത് കൃതാസന പരിഗ്രഹം ബഭാഷേ സുനിർദർവാക്യേ ശ്രദ്ധയാ തർപ്പയൻ മുനിം. ശ്ലോകം 35. അഭിസിദ്ധ അദ്യ ലോകാനാം ത്രയാണാമകുതോ ഭയം നനു ഭൂയാൻ ഭഗവതോ ലോകാൻ പര്യടതോ ഗുണഃ. അഭിസിദ് അദ്യ ഇപ്പോൾ ത്രയാണാം ലോകാനാം 3 ലോകത്തിനും അകൃതോഭയം അഭി സിദ് യാതൊരു ഭയവുമില്ലല്ലോ ലോകങ്ങളെ പര്യടത സഞ്ചരിക്കുന്ന ഭഗവതഃ അങ്ങയിൽ നിന്ന് ഭൂയാൻ മഹത്തായ ഗുണഃ നനു ഗുണമല്ലയോ. അപ്പോൾ ഭഗവാൻ നാരദർഷത്തിയോട് ചോദിക്കുകയാണ്, 3 ലോകത്തിൽ വസിക്കുന്നവർക്ക് സുഖമല്ലേ? അതായത് നാരദർഷി എല്ലായിടത്തും ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഏത് ലോകത്തിലെ കാര്യം വേണമെങ്കിലും നാരദർഷിക്ക് അറിയാം. അതുകൊണ്ട് ഭഗവാൻ ചോദിക്കുകയാണ്, 3 ലോകത്തിലുള്ളവർക്ക് സുഖമാണല്ലോ, അവർക്ക് യാതൊരുവിധ ഭയവും ഇല്ലല്ലോ
ഒരിടത്ത് സ്ഥിരമായി വസിക്കാതെ ലോകത്ത് മുഴുവൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങയെ കണ്ടതിനാൽ 3 ലോകത്തിലെയും വർത്തമാനം ഞങ്ങൾക്ക് അറിയാൻ സാധിക്കും. അതൊരു ഗുണം തന്നെയല്ലേ? അഭിസിദ്ധദ്യ ലോകാനാം ത്രയാണാമകുതോഭയം നനുഭൂയാൻ ഭഗവതോ ലോകാൻ പര്യടതോ ഗുണഃ. ശ്ലോകം 36. നഹിതേ അവിദിതം കിഞ്ചേത് ലോകേഷു ഈശ്വര കർത്തൃഷു അത പൃച്ഛാമഹേ യുഷ്മാൻ പാണ്ഡവാനാം ചികീർഷിതം. നഹിതേ അവിദിതം കിഞ്ചിത് ലോകേഷു ഈശ്വര കർത്തൃഷു. അല്ലയോ ഋഷേ, ഈശ്വര കർത്തൃഷു, ഈശ്വരനാകുന്ന കർത്താവോടുകൂടിയ ലോകേഷു ലോകങ്ങളിൽ തേ അങ്ങയാൽ അവിദിതം അറിയപ്പെടാത്തത് കിഞ്ചിത് നഹി ഒന്നുമില്ലല്ലോ. 3 ലോകത്തിലും അങ്ങയ്ക്ക് അറിയാത്തത് ഒന്നും ഇല്ലല്ലോ. അതിനാൽ പാണ്ഡവാനാം പാണ്ഡുപുത്രന്മാരുടെ ചികീർഷിത പ്രവൃത്തിയെ യുഷ്മാൻ ഞങ്ങളോട് പൃച്ഛാമി അങ്ങയോട് പൃച്ഛാമി ചോദിക്കുന്നു. അപ്പൊ അങ്ങക്ക് എവിടത്തെ ഏത് ലോകത്തിന്റെ രഹസ്യ കാര്യങ്ങൾ വേണമെങ്കിലും അറിയാം. അപ്പോ ഹസ്തിനാപുരത്തിൽ പാണ്ഡുപുത്രന്മാർക്ക് എങ്ങനെ ഇരിക്കുന്നു എന്ന് ഞങ്ങൾ അങ്ങയോട് ചോദിക്കുകയാണ്. നഹിതേ അവിദിതം കിഞ്ചിത് ലോകേഷു ഈശ്വര കർത്തൃഷു അത പൃച്ഛാമഹേ യുഷ്മാൻ പാണ്ഡവാനാം ചികീർഷിതം. ശ്ലോകം 37. ശ്രീനാരദ ഉവാച ദൃഷ്ട്വാ മയാ തേ ബഹുശോ ദുരത്യയാ മയാ വിഭോ വിശ്വസൃജശ്ചമായിന ഭൂതേഷു ഭൂമം ചരത സ്വശക്തിഭിർ വന്യേറിവച്ഛന്ന രുചോ നമേ അത്ഭുതം. അപ്പൊ നാരദ മഹർഷി അതിന് മറുപടി പറയാണ്. ദൃഷ്ട്വാ മയാത്തെ ബഹുശക ദുരത്തേഹ മായാ വിഭോ സർവവ്യാപിനായ ഭഗവാനെ വിശ്വസൃജ ബ്രഹ്മാവിന്റെ നേരെ മായിന മായാപ്രയോഗ കുശലനും സ്വശക്തിഭി സ്വന്തം ശക്തിയാൽ ഭൂതേഷു ഭൂതങ്ങളിൽ ചരത സഞ്ചരിക്കുന്നവനും വന്യൈവ അഗ്നി എന്ന പോലെ ഛന്ന രുച മറയ്ക്കപ്പെട്ട പ്രകാശത്തോടുകൂടിയതുമായ തേ അങ്ങയുടെ ദുരത്യയ അതിക്രമിക്കാൻ കഴിയാത്ത മായാശക്തി മയ എന്നാൽ ബഹുപ്രാവശ്യം ദൃഷ്ട കാണപ്പെട്ടത് ആയതാണ്. എനിക്ക് എന്നെ അത്ഭുതമില്ല. അപ്പോ അങ്ങയുടെ മായാശക്തി ഞാൻ പല പ്രാവശ്യവും കണ്ടതാണ്. അതായത് ഭഗവാൻ ഓരോ ഗൃഹത്തിലും എങ്ങനെ രമിക്കുന്നു എന്നറിയാൻ നാരദ ഋഷി ഓരോ ഗൃഹത്തിലായിട്ട് പോയത് നമ്മൾ കണ്ടു. അപ്പോൾ പറയുകയാണ്, അങ്ങയുടെ മായാശക്തി എനിക്ക് കണ്ട അനുഭവമുള്ളതാണല്ലോ. ശ്രീനാരദ ഉവാച ദൃഷ്ടാമയാ തേ ബഹുശോ ദുരത്യയാ മായാവിഭോ വിശ്വസൃജശ്ചമായിന ഭൂതേഷു ഭൂമം ചരത സ്വശക്തിഭി വന്യേറിവച്ഛന്ന രുചോ മേ അത്ഭുതം. ശ്ലോകം 38. തവേഹിതം കോ അർഹതി സാധു വേദിതം സ്വമായേദം സൃജതോ നിയച്ഛത യദ്വിദ്യമാനാത്മതയാ അവഭാസതേ തസ്മൈ നമസ്തേ സ്വവിലക്ഷണാത്മനേ. തവ ഈഹിതം കഹ അർഹതി സാധു വേദിതം സ്വമായയാ ഇദം സൃജത നിയച്ഛത തത് വിദ്യമാന ആത്മതയാ അവഭാസതേ തസ്മൈ നമസ്തേ സ്വവിലക്ഷണാത്മനെ. സ്വമായ തന്റെ മായയാൽ ഇതിനെ ഈ ജഗത്തിനെ സൃജത സൃഷ്ടിക്കുന്നവനും നിയച്ഛത തന്നിൽ തന്നെ അടക്കുന്നവനുമായ തവ അങ്ങയുടെ ഈഹിതം അഭിപ്രായത്തെ അല്ലെങ്കിൽ പ്രവൃത്തിയെ സാധു ശരിയായിട്ട് വേദിതും അറിയാനായിക്കൊണ്ട് കഹ അർഹിക്കുന്നു. അപ്പൊ അങ്ങയുടെ പ്രവൃത്തി ആർക്കും മനസ്സിലാക്കാൻ കഴിയുകയില്ല. ലോകത്തെ സൃഷ്ടിച്ച് അങ്ങയിൽ തന്നെ വിലയം പ്രാപിപ്പിക്കുകയാണ്. അങ്ങനെയുള്ള അങ്ങയുടെ മായാശക്തി ആർക്കും പ്രവചിച്ചറിയാൻ സാധിക്കുകയില്ല. യാതൊന്ന് വിദ്യമാന ആത്മതയ യാതൊന്ന് ഉള്ളത് എന്നതുപോലെ അവഭാസത്തെ പ്രകാശിക്കുന്നു. അപ്പോൾ ഈ വിശ്വം എന്ന് പറയുന്നത് ജഗത് മിഥ്യയാണ്. പക്ഷെ ഇത് ഉള്ളതുപോലെ പ്രകാശിക്കുന്നു. അത് അങ്ങയുടെ മായ കൊണ്ടാണ്.
സ്വവിലക്ഷണാത്മനെ വിലക്ഷിപ്പിക്കപ്പെടാൻ, അതായത് നിശ്ചയിക്കപ്പെടാൻ കഴിയാത്ത സ്വരൂപത്തോടുകൂടിയ തസ്മൈത്തെ അങ്ങയ്ക്കായിക്കൊണ്ട് നമസ്കാരം. അപ്പൊ അങ്ങയുടെ ശക്തിയെ ആർക്കും നിശ്ചയിക്കാൻ കഴിയുകയില്ല. അങ്ങനെയുള്ള അങ്ങയ്ക്കായിക്കൊണ്ട് നമസ്കാരം. തവേഹിതം ഗോർഹതി സാധുവേദിതം സ്വമായേദം സൃജതോ നിയച്ഛത യദ്വിദ്യമാനാത്മതയാ അവവാസതേ തസ്മൈ നമസ്തേ സ്വവിലക്ഷണാത്മനെ. ശ്ലോകം 39. ജീവസ്യ യാ സംസരതോ വിമോക്ഷണം ന ജാനതോനർത്ഥ വഹാത് ശരീരത ലീലാവതാരൈർസ്വയശ പ്രദീപകം പ്രാജ്വാലയത്വാ തമഹം പ്രപദ്യേ. ജീവസ്യ യഹ സംസരതഃ വിമോക്ഷണം ന ജാനതഃ അനർത്ഥവഹാത് ശരീരതഃ. അനർത്ഥവഹാത്, അനർത്ഥത്തെ ഉണ്ടാക്കി തീർക്കുന്ന ശരീരത, ശരീരത്തിൽ നിന്ന് വിമോക്ഷണം, മോചനമാർഗത്തെ ന ജാനത, അറിയാതെ, സംസരത, സംസരിക്കുന്ന, ജീവസ്യ ജീവന്, യഹ യാതൊരുവൻ, ലീലാവതാരം കൊണ്ട് സ്വയശ പ്രദീപകം സ്വകീർത്തിയാകുന്ന പ്രദീപത്തെ പ്രജ്വാലിപ്പിച്ചുവോ തം ത്വ ആ അങ്ങയെ അഹം ഞാൻ പ്രപദ്യേ ശരണം പ്രാപിക്കുന്നു. അപ്പൊ നാരദൻ ഭഗവാനെ ശരണം പ്രാപിക്കുകയാണ്. അജ്ഞാനമാകുന്ന അന്ധകാരത്താൽ മൂടപ്പെട്ടിരിക്കയാൽ അനർത്ഥങ്ങളെ ഉണ്ടാക്കി തീർക്കുന്ന ശരീരബന്ധത്തിൽ നിന്ന് വിട്ടുപോകാനുള്ള ഉപായം അറിയാതെ ജനങ്ങൾ എന്ത് ചെയ്യുന്നു? ജനിച്ചും മരിച്ചും പിന്നെയും അതേ അവസ്ഥ പ്രാപിച്ചും കൊണ്ട് പുനരഭിജനനം പുനരഭിമരണം, പുനരഭിജനനെ ജഡരേ ശയനം, അങ്ങനെ സംസാരക്ലേശം അനുഭവിച്ച് തളരുന്ന ജീവനെ അന്ധകാരത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള കാരുണ്യ അതിരേകം നിമിത്തം ലീലാവിഗ്രഹങ്ങൾ സ്വീകരിച്ച് അതിമാനുഷ ഭാവം പ്രകടിപ്പിച്ച് ആ വക കർമ്മങ്ങൾ കേൾക്കുകയും സ്മരിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവരെ അവരുടെ അജ്ഞാന അന്ധകാരത്തെ നശിപ്പിച്ച് രക്ഷിക്കാൻ ഉപകരിക്കുന്ന യശസ്സാകുന്ന ദീപത്തെ കാട്ടി കൊടുത്ത് അനുഗ്രഹിക്കാൻ യാതൊരുവൻ കളിക്കുന്നുവോ ആ നിന്തിരുവടിയെ ഞാൻ ശരണം പ്രാപിക്കുന്നു. ജീവസ്യ യാ സംസരതോ വിമോക്ഷണം ന ജാനതോ അനർത്ഥവഹ ശരീരത ലീലാവതാരൈർ സ്വയശ പ്രദീപകം പ്രാജ്വാലയാത് ത്വാം തമഹം പ്രപദ്യേ. അപ്പോൾ ഭഗവാൻ അവതരിച്ചിരിക്കുന്ന എന്തിനാണ്? ഭഗവാൻ ഈ സംസാരത്തിൽ മുങ്ങിത്താഴുന്ന ആ ജീവനെ അതിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ അതിമാനുഷ ഭാവം സ്വീകരിച്ച് ലീലാവിഗ്രഹം സ്വീകരിച്ച് അതിമാനുഷ ഭാവം പ്രകാശിപ്പിച്ച് ആവക കർമ്മങ്ങൾ കേൾക്കുകയും സ്മരിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവരുടെ അജ്ഞാന അന്ധകാരത്തെ നശിപ്പിച്ച് രക്ഷിക്കാൻ ഉപകരിക്കുന്ന യശസ്സാകുന്ന ദീപത്തെ കാട്ടിക്കൊടുത്ത് അനുഗ്രഹിക്കാൻ വേണ്ടി ഭഗവാൻ ഇവിടെ ലീലയാടുകയാണ്. അങ്ങനെയുള്ള ഭഗവാനെ ഞാൻ ശരണം പ്രാപിക്കുന്നു എന്ന് നാരദ മഹർഷി പറയുന്നു. ശ്ലോകം 40. അഥാപ്യ അശ്രാവയേ ബ്രഹ്മ നരലോക വിഡംബനം രാജ്ഞാ പൈതൃഷ്വസ്യേയസ്യ ഭക്തസ്യ ച ചികീർഷിതം. അഥ അപി ആശ്രാവയേ ബ്രഹ്മ നരലോക വിഡംബനം രാജ്ഞഃ പൈതൃഷ്വസ്യേയസ്യ ഭക്തസ്യ ച ചികീർഷിതം. അഥ അപി എങ്കിലും നരലോക വിഡംബനം മനുഷ്യ ശരീര നാട്യത്തോടുകൂടിയ ബ്രഹ്മസ്വരൂപമായ അങ്ങയെ. അപ്പൊ ബ്രഹ്മസ്വരൂപമായ അങ്ങ് ഇപ്പൊ മനുഷ്യരൂപം സ്വീകരിച്ചിരിക്കുന്നതുകൊണ്ട് മനുഷ്യനാട്യമാണ് ഇവിടെ കാണിക്കുന്നത്. പൈതൃഷ്വസ്യേയസ്യ
പിതൃ സഹോദരിയുടെ പുത്രനായ രാജ്ഞക, അതായത് യുധിഷ്ഠിരൻ. കൃഷ്ണന്റെ അച്ഛന്റെ സഹോദരിയാണ് കുന്തി. കുന്തിയുടെ മകനായ യുധിഷ്ഠിരനും, അതായത് സഹോദരിയുടെ പുത്രനും, ഭക്തസ്യ അങ്ങയുടെ ഭക്തനുമായ രാജ്ഞക രാജാവിന്റെ, അതായത് യുധിഷ്ഠിരന്റെ ചികീർഷിതം പ്രവൃത്തിശ്രമത്തെ ആശ്രാവയെ ഞാനിതാ കേൾപ്പിക്കാം. അങ്ങയുടെ പിതാവായ വസുദേവന്റെ സഹോദരിയായ കുന്തിദേവിയുടെ പുത്രനും അങ്ങയുടെ ഭക്തനുമായ യുധിഷ്ഠിര രാജാവിന്റെ ഇപ്പോഴത്തെ ആഗ്രഹം എന്തെന്നുള്ള വിവരം ഞാൻ അങ്ങയോട് പറയാം. അഥാപ്യാശ്രവയേ ബ്രഹ്മ നരലോക വിഡംബനം രാജ്ഞാ പൈതൃശ്യേയസ്യ ഭക്തസ്യ ച ചികീർഷിതം. ശ്ലോകം 41. യക്ഷ്യതി ത്വം മഖേന്ദ്രേണ രാജസൂയേന പാണ്ഡവഃ പരമേഷ്ട്യ കാമോ നൃപതി തത്ഭവാൻ അനുമോദതാം. യക്ഷ്യതി ത്വം മഖേന്ദ്രേണ രാജസൂയേന പാണ്ഡവഃ പാരമേഷ്ട്യകാമഃ നൃപതി തത്ഭവാൻ അനുമോദതാം. പാരമേഷ്ട്യകാമഃ പരമോത്കൃഷ്ട സ്ഥാനത്തെ ആഗ്രഹിക്കുന്ന നൃപതി രാജാവായ പാണ്ഡവഃ പാണ്ഡുപുത്രൻ, അതായത് യുധിഷ്ഠിരൻ, മഖേന്ദ്രേണ യാഗങ്ങൾ വച്ച് ശ്രേഷ്ഠമായ രാജസൂയേന രാജസൂയത്താൽ ത്വാം അങ്ങയെ യജിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ യുധിഷ്ഠിരൻ രാജസൂയ യാഗം നടത്തി അങ്ങയെ ആരാധിക്കാനായി ഇപ്പോൾ ആഗ്രഹിക്കുന്നു. അതിനെ ഭവാൻ അങ്ങ് അനുമോദിക്കണം, അങ്ങ് അതിന് സന്തോഷപൂർവം സമ്മതിക്കണം. യുധിഷ്ഠിരന്റെ രാജസൂയയാഗത്തിൽ അങ്ങ് പങ്കെടുക്കണം. യക്ഷ്യതി ത്വം മഖേന്ദ്രേണ രാജസൂയേന പാണ്ഡവഃ പാരമേഷ്ട്യകാമോ നൃപതി തത്ഭവാൻ അനുമോദതാം. ശ്ലോകം 42. തസ്മിൻ ദേവക്രതുവരേ ഭവന്തം വൈസുരാദയഃ ദൃക്ഷവ സമേക്ഷ്യന്തി രാജാനശ്ച യശസ്സിനഃ. തസ്മിൻ ദേവ ക്രതുവരേ ഭവന്തം വൈ സുരാദയഃ ദൃക്ഷവഃ സമേക്ഷ്യന്തി രാജാനഃ ച യശസ്സിനഃ. ദേവ, ഹേ ദേവ, തസ്മിൻ ക്രതുവരെ ആ ഉത്കൃഷ്ടയാഗത്തിൽ ഭവന്തം അങ്ങയെ ദൃക്ഷവഃ ദർശിക്കാൻ ആഗ്രഹമുള്ള സുരാദയ ദേവാദികളും യശസ്സിനഃ കീർത്തിശാലികളായ രാജാക്കന്മാരും സമേഷ്യന്തി സമാഗമിക്കും. അപ്പൊ അവിടെ യുധിഷ്ഠിരൻ യാഗം നടത്തും. ആ യാഗത്തില് പല കീർത്തിമാന്മാരായ രാജാക്കന്മാരും ആ യാഗത്തിലെത്തും. അതുകൊണ്ട് അങ്ങ് അവിടെ എത്തി എല്ലാവരെയും അനുഗ്രഹിക്കണം. അവിടെ എത്താൻ വേണ്ടി അങ്ങയ്ക്ക് കാരുണ്യമുണ്ടാകണം എന്ന് രാജാവ് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ യുധിഷ്ഠിരന്റെ സന്ദേശമാണ്, രാജസൂയയാഗത്തിൽ അങ്ങ് പങ്കെടുക്കണം. അങ്ങയെ കാണാൻ ആഗ്രഹിച്ചാണ് 3 ലോകത്തിൽ നിന്നും രാജാക്കന്മാരും ദേവന്മാരും എല്ലാം അവിടെ എത്തും. അതുകൊണ്ട് അങ്ങയും അവിടെ എത്തണം. തസ്മിൻ ദേവക്രതുവരേ ഭവന്തം വൈ സുരാദയഃ ദൃക്ഷവ സമേക്ഷ്യന്തി രാജാനശ്ച യശസ്സിനഃ. ശ്ലോകം 43. ശ്രവണാത് കീർത്തനാധ്യാനാത് പൂയന്തേ അന്തേവസായിനഃ തവ ബ്രഹ്മമയസ്യേഷ കിമുദേക്ഷാഭിമർശനഃ. ശ്രവണാത് കീർത്തനാത് ധ്യാനാത് പൂയന്തേ അന്തേവസായിനഃ. ഈശ, ഹേ ഈശ്വര, ബ്രഹ്മമയസ്യ ബ്രഹ്മസ്വരൂപനായ തവ അങ്ങയുടെ ശ്രവണം കൊണ്ടും കീർത്തനം കൊണ്ടും ധ്യാനം കൊണ്ടും അന്തേവസായിനഃ ചണ്ഡാലന്മാർ കൂടി പൂയന്തേ പരിശുദ്ധമാകുന്നു. ഈക്ഷാഭിമർശനഃ
കാണുന്നവരും സ്പർശിക്കുന്നവരും കിമിത പിന്നെ പറയണമോ. അപ്പൊ അങ്ങ് ബ്രഹ്മസ്വരൂപിയാണ്. അങ്ങയുടെ ലീലകൾ കേൾക്കുന്നവരും കീർത്തനം ചെയ്യുന്നവരും ആ ദിവ്യവിഗ്രഹം മനസ്സിൽ ധ്യാനിക്കുന്നവരുമായ ചണ്ടാളന്മാർ പോലും പരിശുദ്ധരമാകുന്നു. അങ്ങനെ ഇരിക്കെ അങ്ങ് യാഗശാലയിൽ എഴുന്നള്ളിയാൽ അങ്ങയെ കാണുന്നവരും അങ്ങയെ സ്പർശിക്കുന്നവരും പരിശുദ്ധരായി ഭവിക്കുമെന്ന് പിന്നെ പ്രത്യേകം പറയണമോ. ശ്രവണാത് കീർത്തനാധ്യാനാത് പൂയന്തേ അന്തേവസായിനഃ തവ ബ്രഹ്മമയശേഷ കിമുദേ ഇക്ഷാഭിമർശനഃ. ശ്ലോകം 44. യസ്യാമലം ദിവ്യേശ പ്രതിദം രസായാം ഹോമൗച്ചത്തെ ഭുവനമംഗള ദിഗ്വിധാനം മന്ദാകിനീതി വിഭോഗവതീതി ചാതോ ഗംഗേതി ചേഹ ചരണാംബു പുനാതി വിശ്വം. യസ്യ അമലം ദിവി യശഃ പ്രതിദം രസായാം ഭൂമൗച്ചത്തെ ഭുവനമംഗള ദിഗ്വിധാനം മന്ദാകിനീതി ദിവി ഭോഗവതീതി ചാധ ഗംഗ ഇതി ച ഇഹ ചരണാംബു പുനാതി വിശ്വം. ഭുവനമംഗള ഭുവനങ്ങളുടെ മംഗളസ്വരൂപ ദിവി സ്വർഗത്തിലും രസായാം പാതാളത്തിലും ഭൂമോ ഭൂമിയിലും ദിഗ്വിധാനം ദിക്കുകളുടെ അലങ്കാരമായിട്ട് പ്രതിതം പ്രസിദ്ധപ്പെട്ടതും അമലം നിർമ്മലവുമായ യസ്യതേ യശ അങ്ങയുടെ യശസ് വിശ്വം ലോകത്തെ പുനാതി പരിശുദ്ധമാക്കുന്നു. ദിവി സ്വർഗത്തിൽ മന്ദാകിനി ഇതി മന്ദാകിനി എന്നും അഥക പാതാളത്തിൽ ഭോഗവതി എന്നും ഇഹ ഈ ഭൂമിയിൽ ഗംഗാ ഇതി ഗംഗ എന്നും പ്രതിതം പ്രസിദ്ധമായിരിക്കുന്ന തേ ചരണാംബു അങ്ങയുടെ ആ ചരണാംബുജം പാദോദകം വിശ്വം ലോകത്തെ പുനാതി പരിശുദ്ധമാക്കുന്നു. അപ്പോ സകല ദിക്കിലും അലങ്കാരമായിരിക്കുന്ന അങ്ങയുടെ നിർമ്മല യശസ് ഭൂമി സ്വർഗം പാതാളം എന്നീ 3 ലോകങ്ങളെയും പരിശുദ്ധമാക്കുന്നു. സ്വർഗത്തിൽ അത് മന്ദാകിനി എന്നും പാതാളത്തിൽ ഭോഗവതി എന്നും ഭൂമിയിൽ ഗംഗ എന്ന പേരോടുകൂടിയും ഒഴുകുന്ന അങ്ങയുടെ യശസ്വരൂപമായ ആ പാദോദകം ആ പാദതീർത്ഥം സകല ലോകങ്ങളെയും പരിശുദ്ധമാകുന്നു. ഭഗവാൻ വാമന അവതാരത്താണല്ലോ കാല് രണ്ടാമത്തെ അടിക്ക് കാല് സ്വർഗത്തേക്ക് വെച്ചപ്പോൾ ബ്രഹ്മാണ്ടം പിളർന്ന് ആ ഗംഗ താഴോട്ട് ഒഴുകിയത്. അപ്പൊ അതങ്ങനെ ഗംഗ ലോകത്തെ പരിശുദ്ധമാക്കുന്നു. അത് ഭൂമിയിൽ ഗംഗ എന്നറിയുന്നു, പാതാളത്തിൽ ഭോഗവതി എന്നറിയുന്നു, സ്വർഗത്തിൽ മന്ദാകിനി എന്നറിയുന്നു. അങ്ങനെ ഇരിക്കുന്ന അങ്ങയുടെ വരവിനാൽ തന്നെ സകലവും മംഗളമായിട്ടും പരിശുദ്ധമായിട്ടും കലാശിക്കും. യസ്യാമലം ദിവ്യശ പ്രതിദം രസായാം ഭൂമൗചത്തെ ഭുവനമംഗള ദിഗ്വിധാനം മന്ദാകിനീതി വിഭോഗവതീതി ചാതോ ഗംഗേതി ചേക ചരണാംബു പുനാതി വിശ്വം. ശ്ലോകം 45. ശ്രീശുവാച തത്ര തേഷു ആത്മ പക്ഷേഷു അഗ്രണസു വിജിഗീഷയാ വാജപേശൈ സ്മയൻ ഭൃത്യം ഉദ്ധവം പ്രാഗകേശവ. ശ്രീശുകൻ പറയാണ് തത്ര തേഷു ആത്മപക്ഷേഷു അഗൃണത്സു വിജിഗീഷയ. തത്ര അവിടെ തേഷു ആത്മപക്ഷേഷു ആ ആത്മപക്ഷക്കാർ വിജിഗീഷയ ജയിക്കാനുള്ള ആഗ്രഹം കൊണ്ട് അഗൃണസു ഗ്രഹിക്കാൻ കഴിയാത്തവരായിരിക്കും വിഷയത്തിൽ കേശവ കൃഷ്ണൻ സ്മയൻ മന്ദഹാസം ചെയ്തുകൊണ്ട് വാചപേശൈ മധുരവാക്കുകൾ കൊണ്ട് ഭൃത്യനായ ഉദ്ധവനോട് പ്രാഹ പറഞ്ഞു. അപ്പൊ നാരദൻ ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ ആ സദസ്സിലുണ്ടായിരുന്ന കൃഷ്ണപക്ഷക്കാരായ യാദവന്മാർ പറഞ്ഞു, ആദ്യം നമുക്ക് ജരാസന്ധനെ ജയിക്കാനാണ് പോകേണ്ടത്. യുധിഷ്ഠിര യാഗത്തിനല്ല ആദ്യം പോകേണ്ടത്. കാരണം 20,000 രാജാക്കന്മാരാണ് ജരാസന്ധന്റെ കസ്റ്റഡിയിലുള്ളത്. അപ്പൊ ജരാസന്ധനെ ജയിച്ചിട്ട് വേണം രാജസൂയ യാഗം നടത്തേണ്ടത്. അപ്പൊ ആദ്യം പോകേണ്ടത്
ജരാസന്ധനെ തോൽപ്പിക്കാനാണ് എന്ന് കുറെ പേർ അഭിപ്രായം പറഞ്ഞു. അപ്പോ നാരദ അഭിപ്രായത്തെ അവർ ചെവിക്കൊണ്ടില്ല. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? ഒന്ന് ചിരിച്ചു. എല്ലാത്തിനും ഭഗവാൻ ഒരു പുഞ്ചിരിയാണ്. ചിരിച്ചുകൊണ്ട് ഭഗവാൻ തന്റെ മന്ത്രിസത്തമനും ബുദ്ധിസത്തമനുമായ ഉദ്ധവരോട് ഇങ്ങനെ പറഞ്ഞു. ശ്രീശുകവാച തത്ര തേഷു ആത്മപക്ഷേഷു അഗൃണത്സു വിജിഗീഷയാ വാചപേശൈസ്മയൻ ഭൃത്യം ഉദ്ധവം പ്രാഗകേശവഃ. ശ്ലോകം 46. ശ്രീഭഗവാനുവാച ത്വം ഹി ന പരമം ചക്ഷു സുഹൃത് മന്ത്രാർത്ഥ തത്വവിദ് യത്രാർത്ഥ ബ്രൂഹി അനുഷ്ഠേയം ശ്രദ്ധാത്മ കരവാമത. ത്വം ഹി നഹ പരമം ചക്ഷുഹു. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ത്വം ഹി, നീ തന്നെ, നഹ, ഞങ്ങളുടെ പരമം ചക്ഷുഹു, ഉത്കൃഷ്ടമായ കണ്ണാണ്. അങ്ങ് തന്നെയാണ് ഞങ്ങളുടെ ദിവ്യ നേത്രവും സുഹൃത് ബന്ധുവും മന്ത്രാർത്ഥ തത്വവും, മന്ത്രസാധ്യങ്ങളായ കാര്യങ്ങളുടെ സ്വരൂപത്തെ അറിയുന്നവനും, അതായത് മന്ത്രശക്തി കൊണ്ട് സാധിക്കേണ്ട കാര്യങ്ങളെ സൂക്ഷ്മരൂപമായി അറിയുന്നവനും, തഥ അതുകൊണ്ട് തന്നെ, തത്ര ഇവിടെ, അനുഷ്ഠേയം അനുഷ്ഠിക്കേണ്ടതിനെ, ബ്രൂഹി പറഞ്ഞാലും, തത് അതിനെ, ശ്രദ്ധാത്മ ശ്രദ്ധിച്ചുകൊള്ളാം, കരവാമ ചെയ്തുകൊള്ളാം. ഇപ്പൊ ഭഗവാൻ അറിയാം ഉദ്ധവരുടെ ആ സാമർഥ്യം. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, ഭഗവാന് നിർണയിക്കേണ്ടതേ ഉള്ളൂ. എങ്കിലും ഉദ്ധവരോട് പറയുകയാണ്, അങ്ങ് തന്നെയാണ് സൂക്ഷ്മമായിട്ട് കാര്യങ്ങളെയെല്ലാം വിചിന്തനം ചെയ്യുന്ന ആള്. ഞങ്ങളുടെ ദിവ്യ നേത്രവും പരമസുഹൃത്തും മന്ത്രശക്തി കൊണ്ട് സാധിക്കേണ്ട കാര്യങ്ങളുടെ സൂക്ഷ്മരൂപത്തെ അറിയുന്ന മന്ത്രി സത്തമനാണ്, അല്ലെങ്കിൽ ബുദ്ധി സത്തമനാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത് എന്ന് അങ്ങ് ആലോചിച്ച് പറയുക എന്ന് ഉദ്ധവരോട് ഭഗവാൻ പറയുകയാണ്. ശ്രീ ഭഗവാനുവാച ത്വം ഹി ന പരമം ചക്ഷു സുഹൃത് മന്ത്രാർത്ഥ തത്വവേദ് തഥാത്ര ബ്രൂഹി അനുഷ്ഠേയം ശ്രദ്ധാത്മ കരവാമത. ശ്ലോകം 47. വിത്തുവാ മന്ത്രിതോ ഭർത്ര സർവജ്ഞേനാഭിമുക്തവത് നിദേശം ശിരസാധായ ഉദ്ധവ പ്രത്യഭാഷയാ ഭാഷതാം. ഇതി ഉപമന്ത്രിതഃ ഭർത്ര സർവജ്ഞേന അപി മുക്തവത് നിദേശം ശിരസ ആധായ ഉദ്ധവഃ പ്രത്യഭാഷത. സർവജ്ഞേനാപി എല്ലാം അറിഞ്ഞിരിക്കുന്നവൻ എങ്കിലും, ഭഗവാൻ എല്ലാം അറിഞ്ഞിരിക്കുന്നവനാണ് സർവജ്ഞനെങ്കിലും, മുക്തവത് മൂഢനെ പോലെ ഭർത്ര സ്വാമിയാൽ, ഇതി ഇപ്രകാരം, ഉപാമന്ത്രിത മന്ത്രിക്കപ്പെട്ട ഉദ്ധവൻ നിദേശം കൽപ്പനയെ ശിരസാ വഹിച്ചുകൊണ്ട് ആധായ ധരിച്ചിട്ട് പ്രത്യഭാഷത മറുപടി പറഞ്ഞു. അപ്പോൾ ഉദ്ധവൻ അറിയാം ഭഗവാൻ എല്ലാം അറിയുന്നവനാണെന്നറിയാം. എങ്കിലും ഒന്നും അറിയാത്തവനെ പോലെ തന്നോട് ഈ വിധം ആജ്ഞാപിച്ചപ്പോൾ സ്വാമിയുടെ കൽപ്പന ശിരസാ വഹിച്ചുകൊണ്ട് ഉദ്ധവൻ ആലോചിച്ചിട്ട് ഈ വിധം മറുപടി പറഞ്ഞു. അത് അടുത്ത അധ്യായത്തിലാണ് ഉദ്ധവന്റെ മറുപടി. ഇത്യുപമന്ത്രിതോ ഭർത്ര സർവജ്ഞേനാഭിമുക്തവത് നിദേശം ശിരസാധായ ഉദ്ധവ പ്രത്യഭാഷതാം. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ദശമസ്കന്ധേ ഉത്തരാർത്ഥേ ഭവധ്യാനവിചാരേ സപ്തതി തമോധ്യായക സമ്പൂർണം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഹരി ഓം തത്സത്, ഹരി ഓം തത്സത്, ഹരി ഓം തത്സത്.